നമസ്കാരം, ഞാൻ അരുൺ. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഇന്നലെ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ആ കമൻറ്റ് ഒന്ന് വായിക്കാം. ഒരു AK ചെട്ടിയാർ എന്ന് പറയുന്ന ആളാണ് ഈ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഞാനും ഒരെണ്ണം വാങ്ങിച്ചു, ഒരു പ്രയോജനവുമില്ല. 180 രൂപയുടെ PVC 1500 രൂപ വാങ്ങി പൊതുജനങ്ങളെ വഞ്ചിക്കുന്നു. ഞാൻ നിയമപരമായി പോവുകയാണ്. കക്ഷി ചേരുവാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞൊരു ഫോൺ നമ്പരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും അദ്ദേഹത്തിന് ഇത് ഉപയോഗിക്കാൻ അറിയാൻ മേലാത്തത് കൊണ്ടാണ് ഈ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇവിടെ വന്ന് ചെയ്തിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന സൈഫോണിക് വാട്ടർ ടാങ്ക് ക്ലീനർ എന്ന ഈ ഒരു ഉപകരണം 100% ജെനുവിൻ പ്രൊഡക്റ്റും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതുമാണ്. എന്നാൽ ഇതിൻ്റെ കൂടെ നൽകുന്ന ഈ ഓസിനകത്ത് കറക്റ്റായിട്ട് വെള്ളം നിറഞ്ഞില്ലെങ്കിൽ, അതായത് എയർ കിടക്കുന്നുണ്ടെങ്കിൽ, ഇവരെന്തൊക്കെ ശ്രമിച്ചാലും ഈ വെള്ളം പുറത്തേക്ക് പോവില്ല. ഉടനെ അവർ പറ്റിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ അവർ സ്വയം അങ്ങ് വിചാരിച്ചിട്ടാണ് ഇതിനകത്ത് വന്ന് ഈ നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നത്. എന്തായാലും നമുക്ക് പുള്ളിയെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, അത് ഒരു കൈകൊണ്ട് നമ്മുടെ ഒരു അത്യാവശ്യം ഒരു രക്ഷയില്ല കേട്ടോ. ആൾ ഭയങ്കര കലിപ്പില. 1500 രൂപ മുടക്കി ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ പക്ഷേ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആൾക്ക് അയച്ചു കൊടുത്താണ്. എന്നിട്ട് ശരിയാകുന്നില്ല എന്നാണ് പറയുന്നത്. അതിനകത്തൊന്നും വെള്ളം കയറി വരുന്നില്ല, അത് കംപ്ലൈൻ്റ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും നമ്മൾ കൊടുത്ത സാധനം 100% വർക്കിംഗ് ആണെന്ന് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അവിടം വരെ ഒന്ന് പോയേക്കാം. ഈ ഹോളിലൂടെ വെള്ളം മുകളിലേക്ക് കയറി ഈ ഓസിലൂടെയാണ് പുറത്തോട്ട് പോകുന്നത്. ഈ ഓസിൽ എയർ കിടക്കുന്നത് കാരണമാണ് സാറ് ശ്രമിച്ചിട്ട് ഇതിനകത്തൂടെ വെള്ളം വരാതിരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാനുള്ള ഏറ്റവും ഒരു എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് നേരെ ടാങ്കിനുള്ളിലേക്ക് പതിയെ ഇറക്കുക. പതിയെ തന്നെ ഇറക്കണേ, അല്ലെങ്കിൽ വെള്ളമെല്ലാം കലങ്ങിപ്പോവും. അതിനുശേഷം ബാക്കി വരുന്ന ഓസ് കുറേശ്ശെ ടാങ്കിനുള്ളിലേക്ക് ഇതേപോലെ താഴ്ത്തി വിടുക. വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണേ. കൂടുതൽ എടുത്തിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ വെറുതെ പൊങ്ങിക്കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ കുറേശ്ശെ ഇറക്കി വിടുക. അങ്ങനെ ഏറ്റവും അവസാനം വരുമ്പോഴത്തേക്കിന് ഇത് കണ്ടോ, ഇതേപോലെ വെള്ളം തുളുമ്പി വരും. വെള്ളം ഓസിലൂടെ തുളുമ്പി വരും. അങ്ങനെ വരുമ്പോഴത്തേക്കിന് നേരെ എടുത്ത് പുറത്തോട്ടിടുക. കണ്ടോ, ഇത്രയും കാര്യമുള്ളൂ. ഇപ്പോൾ വെള്ളം പോകുന്നില്ലേ? സാറ് 2 ദിവസമായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യം ഇപ്പം നിസ്സാരമായിട്ട് നടന്നില്ലേ? ഇത്രയും കാര്യമുള്ളൂ. അതാണ് ഞങ്ങളത് കംപ്ലൈൻ്റ് അല്ല എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാം. ബാക്കി ഇനിയും ബ്രഷ് കൊണ്ട് ഉരയ്ക്കുന്ന ഭാഗത്തെ ചെളിയൊക്കെ ഇളകി ഇതിലൂടെ പുറത്ത് പോയിക്കോളും. ഓക്കെ. ഫേസ്ബുക്കിൽ പരസ്യം കൊണ്ടാണ് സൈഫോണിക്കിൻ്റെ വാട്ടർ ക്ലീനർ വാങ്ങുന്നത്. ഓർഡർ കൊടുത്തു. അത് കൃത്യമായിട്ട് തന്നെ പോസ്റ്റ് ഓഫീസ് വഴി എനിക്ക് വന്നു. അതിൻ്റെ പൈസ പേടി ചെയ്ത് ഞാൻ വാങ്ങി. ഞാനത് അവർ പറഞ്ഞ പോലെ ഫിറ്റ് ചെയ്തിട്ടതായില്ല. ഉടനെ കമ്പനി കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അവിടുന്ന് വീഡിയോ കോളിൽ എന്നോട് പറഞ്ഞെന്ന പോലെ ചെയ്ത് കേട്ടും കംപ്ലയിൻ്റ് ആയില്ല, ഇത് വെള്ളം വരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് സമയം വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർ തന്നെ കട്ട് ചെയ്ത് പിന്നെ അത് കട്ടായി. പിന്നെ വിളിച്ചിട്ട് ആ നമ്പർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അത് കഴിഞ്ഞാണ് പിന്നെ ഒരു പരസ്യം എന്ന് പറഞ്ഞാൽ കമൻറ്റ് ഇട്ടു. പിറ്റേ ദിവസം തന്നെ അപ്പം തന്നെ അവർ വിളിച്ചു. ഉടനെ തന്നെ വിളിച്ച് പിറ്റേ ദിവസം അതായത് മിനിങ്ങാന്ന് കംപ്ലയിൻറ്റ് ചെയ്ത് തന്നെ അവർ വന്ന് സ്പോട്ടിൽ വന്ന് അവരതെല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇപ്പം വലിയ കുഴപ്പമില്ല, നന്നായിട്ട് വർക്കാകുന്നുണ്ട്. അതിൽ അവർ നേരിട്ട് വന്ന് കാണിച്ചു തന്നു. എല്ലാ പ്രവർത്തനങ്ങളും സക്സസ്ഫുൾ ആണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കംപ്ലയിൻറ്റ് ചെയ്തതിന് കൃത്യമായിട്ട് വന്നതിലും നല്ല കമ്പനിയാണെന്ന് ഞാൻ പറയുന്നു. നമ്മൾ ശരിക്കും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അലൂമിനിയം റോഡ്, അലൂമിനിയത്തിൻ്റെ ഏറ്റവും നല്ല ഇത് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന ആ പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലാം തന്നെ നമ്മുടെ സ്വന്തം ഫാക്ടറിയിൽ തന്നെ നമ്മൾ നിർമ്മിക്കുന്നതാണ്. എല്ലാം ഫസ്റ്റ് ഗ്രേഡ് പ്ലാസ്റ്റിക്കും അതേപോലെ തന്നെ ഫുഡ് ഗ്രേഡ് സർട്ടിഫിക്കറ്റോടും കൂടിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഉള്ള ബ്രഷ് നൈലോണിൻ്റെ കിട്ടാവുന്നതിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഉള്ള ബ്രഷാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഓസിനാണ്. കാരണം നമുക്കിവിടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന ഓസ് എന്ന് പറഞ്ഞാൽ വെള്ളം നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് കനയില്ലാത്തതുകൊണ്ട് താഴോട്ട് പോകും. കാരണം മീറ്ററിന് 10 രൂപ 12 രൂപയൊക്കെ വിലയുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞാലും മുകളിലോട്ട് പൊങ്ങി നിൽക്കും. എങ്കിലും ആ ഗ്രാവിറ്റി കറക്റ്റായിട്ട് അവിടെ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ 1 മീറ്ററിന് 250 രൂപ ഉള്ള ഓസാണ് നമ്മൾ ഇതിനൂടെ കൊടുക്കുന്നത്. അതേപോലത്തെ 3 മീറ്റർ നീളമുള്ള ഓസാണ് കൊടുക്കുന്നത്. നമ്മൾ ഇതിനകത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇതിനകത്തുനിന്ന് ചെറിയ ലാഭം എടുത്തിട്ടുള്ളൂ. അതാണ് ഇതിന് 2000 രൂപയാണ് MRP ഇട്ടിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ കടകളിൽ ഭാവിയിൽ ഇത് കൊടുക്കുമ്പോൾ കടക്കാർക്കും കൂടെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു വിലയാണ് നമ്മളിതിനകത്ത് എടുത്തിരിക്കുന്നത്. പിന്നെ
മാക്സിമം നമ്മൾ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. ഇതുപോലെ കംപ്ലൈൻറ്റുകൾ പറയുമ്പോൾ വരാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വന്ന് അത് കാണിച്ചു തന്നിരിക്കും. അതിനകത്ത് ഒരു മാറ്റമില്ല. ഓക്കെ, താങ്ക് യു.